ഫിറ്റ്നസ് ടെസ്റ്റ് മുടങ്ങിയതോടെ KSRTC ബസ്സുകൾ കൂട്ടത്തോടെ കട്ടപ്പുറത്താണ്. ജീവനക്കാരുടെ കുറവാണ് ഫിറ്റ്നസ് മുടങ്ങാൻ കാരണം. മെക്കാനിക്കൽ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല. സ്വകാര്യവൽക്കരണത്തിന്റെ അന്തിമഘട്ടത്തിലാണ് KSRTC എന്ന് പ്രതിപക്ഷ സംഘടനകൾ ആരോപിക്കുകയാണ്. യഥാർത്ഥത്തിൽ KSRTCയിൽ 44,000 തൊഴിലാളികളുണ്ടായിരുന്നു. അതാണിപ്പോൾ 22,000-ൽ താഴെയായി മാറിയിട്ടുള്ളത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പുതുതായി നിയമനങ്ങൾ നടക്കുന്നില്ല. അത് എല്ലായിടത്തും എല്ലാ മേഖലയിലും KSRTCയിലെ എല്ലാ മേഖലയിലും ജീവനക്കാരുടെ കുറവുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ പുതിയ ബസ്സുകൾ കുറവും പഴയ ബസ്സുകൾ കൂടുതലുമാണ്. സ്വാഭാവികമായി അതിൻ്റെ മെയിൻ്റനൻസ് വർദ്ധിക്കും. ഇപ്പോൾ ഒരു ബസ് നന്നാക്കി വിട്ടു കഴിഞ്ഞാൽ ഒരു മാസത്തിനകത്തോ അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ വീണ്ടും അത് ചീത്തയാവുന്നു. കാരണം ബസ് വളരെ മോശമായ ബസ്സാണ്. ഇപ്പോൾ എല്ലാ ഡിപ്പോകളിലും മെക്കാനിക്കുകളുടെ എണ്ണം വളരെ കുറവാണ്. അത് അവരുടെ ആരോഗ്യത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുകയാണ്. നിരന്തരമായി അവർക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നു മെക്കാനിക്കുകൾക്ക്. അത് അവരെ വളരെയേറെ ബാധിക്കുന്നതാണ്. ആഷൻ ഡിയേഗോ ചേരുന്നു നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന്. ആഷൻ ഡിയേഗോ, ഗുഡ് ഈവനിംഗ്. ഞായറാഴ്ചയാണ്, പക്ഷേ സംസാരിക്കേണ്ടത് കട്ടപ്പുറത്തിരിക്കുന്ന KSRTC ബസ്സുകളെ കുറിച്ചാണ്. ഫിറ്റ്നസ് ടെസ്റ്റ് നടക്കാത്ത കാര്യമൊക്കെ നമ്മുടെ മന്ത്രി അറിഞ്ഞോ ആഷിൻ? തീർച്ചയായും നമുക്കറിയാം, ഈ മാസങ്ങളിൽ KSRTC ബസ്സുകളുടെ ഫിറ്റ്നസ് നടക്കുന്ന ഒരു സമയം കൂടിയാണ്. KSRTCക്ക് ഏതാണ്ട് 5000-നടുത്ത് ബസ്സുകളുണ്ട്. അതിൽ 1000-ന് പുറത്തുള്ള ബസ്സുകൾ 15 വർഷം പഴക്കം ചെന്ന ബസ്സുകളാണ് എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഈ ബസ്സുകളുടെ പെർമിറ്റ് വീണ്ടും വീണ്ടും പുതുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് മുൻപ് ഇതിൻ്റെ ടെസ്റ്റുകളൊക്കെ പൂർത്തീകരിച്ച് പെയിന്റിംഗ് മറ്റു പണികളൊക്കെ പൂർത്തീകരിച്ച് ടെസ്റ്റിന് കയറ്റേണ്ട സമയം കൂടിയാണിത്. പക്ഷേ സംസ്ഥാനത്ത് ഇപ്പോൾ എന്തായാലും ആ പണി നടക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല ഡിപ്പോകളിലും ഈ പെയിന്റർമാരുടെ കുറവുകളുണ്ട്. അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകളിൽ ജീവനക്കാരുടെ കുറവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ KSRTC ബസ്സുകളുടെ ഫിറ്റ്നസ് ടെസ്റ്റുകൾ മുടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവനക്കാരുടെ ക്ഷാമം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പലയിടങ്ങളിലും ആരൊക്കെയൊക്കെയാണ് ബസ്സിന് പെയിന്റ് അടിക്കുന്നത് എന്നൊരു ആരോപണം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. മെക്കാനിക്കൽ ജീവനക്കാർക്ക് വരെ ബസ്സിന്റെ പെയിന്റ് അടിച്ചു നൽകേണ്ട അവസ്ഥയാണ് ഉള്ളത് എന്നുള്ളതാണ് വാസ്തവം. ഈ സമീപകാലത്തെങ്ങും PSC വഴി ഇവിടെ നിയമനങ്ങളോ ഒന്നും KSRTCയിൽ നടന്നിട്ടില്ല എന്നുള്ളതും മറ്റൊരു വസ്തുത കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് KSRTC ബസ്സുകളുടെ ഫിറ്റ്നസ് അതുപോലെ തന്നെ ഈ ടെസ്റ്റിങ്ങുകൾ മുടങ്ങുന്നത് എന്നുള്ളതാണ്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക യാത്രക്കാരെ തന്നെയാണ്. കാരണം ബസ്സുകളൊന്നും നിരത്തിൽ ഇറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. കൂട്ടത്തോടെ ഈ ഫിറ്റ്നസിന് വേണ്ടി കട്ടപ്പുറത്താക്കി ഇട്ടിരിക്കുകയാണ് ബസ്സുകൾ. ഇതെല്ലാം പണി കഴിഞ്ഞ് എന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. പെട്ടെന്ന് കട്ടപ്പുറത്ത് ഇറങ്ങിയാൽ ഇപ്പോൾ അത്യാവശ്യം വരുമാനമൊക്കെ ആയി വരുന്ന KSRTC കുറച്ചുകൂടിയെങ്കിലും വരുമാനം ഇങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും.